ശ്രീ രാജശേഖരൻ, ഈ തീർത്ഥാടനം ശബരിമല തീർത്ഥാടനം തുടങ്ങുന്നതിന് മുമ്പ് ഹൈന്ദവ സംഘടനകൾ, വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ അവരുടെ ആശങ്കകൾ അത് ബന്ധപ്പെട്ടവരെ കണ്ട് അറിയിച്ചിരുന്നു. ശബരിമല കർമ്മസമിതി ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തനെ കണ്ട് ഒരു നിവേദനം നൽകിയിരുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പല സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ പറ്റുന്നില്ല, പക്ഷേ ഹൈന്ദവ സംഘടനകൾ ഏറ്റെടുക്കാം. ഇപ്പോൾ സൗജന്യ അന്നദാനം അതിന് പോലും തയ്യാറാണ് എന്നൊക്കെ അറിയിച്ചിരുന്നു. മാത്രമല്ല, സൗജന്യമായി യാത്രാ സൗകര്യം ഏർപ്പെടുത്താം, അതിനും വില്ലിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഹൈന്ദവ സംഘടനകൾ വലിയൊരു നിവേദനം തന്നെ സമർപ്പിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും അനുകൂലമായിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അത് സർക്കാർ നോക്കിക്കൊള്ളാം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നോക്കിക്കൊള്ളാം, ഹൈന്ദവ സംഘടനകൾ അതിൽ ഇടപെടേണ്ട എന്ന വാശി, അങ്ങനെ ഒരു മർക്കട മുഷ്ടി തന്നെയല്ലേ പ്രയോഗിച്ചത്? സ്വാമിയെ ശരണയ്യപ്പ. ഇവിടെ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞത് 100% ശരിയാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിഷയങ്ങളെല്ലാം പഠിച്ച് തയ്യാറാക്കിയ നിവേദനവുമായി ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് പ്രശാന്ത് അവറുകളെ നേരിട്ട് കാണുകയും എല്ലാ ഹിന്ദു സംഘടനകളുടെയും പ്രതിനിധികളുണ്ടായിരുന്നു, ഞാൻ അടക്കം പോയിരുന്നു, അദ്ദേഹത്തിന്റെ അടുത്ത് കൊടുത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് കുറ്റപ്പെടുത്തലിന് വേണ്ടിയല്ല, മറിച്ച് സൗകര്യങ്ങൾ ഒരുക്കുന്നതിലെ ഹിന്ദു സംഘടനകൾ ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും സഹായിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. പക്ഷേ കലിയുഗവരതനായ ഭഗവാൻ പൊന്നയ്യപ്പന്റെ തിരുസന്നിധിയില് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കം മറ്റ് രാജ്യങ്ങളിൽ നിന്നടക്കം എത്തുന്ന അയ്യപ്പ സ്വാമിമാർക്ക് സുഖദർശനം, സുരക്ഷിത ദർശനം ഉറപ്പാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. അതിനുവേണ്ടി പരാതികൾ മാത്രമല്ല പറഞ്ഞിരുന്നത്, വളരെയധികം ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളെ, പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് അല്ലെ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാവാത്ത തരത്തില് നിരവധി നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു അദ്ദേഹം ചെയ്തത്. അതിനെ സംബന്ധിച്ചൊന്ന് ചർച്ച ചെയ്യാൻ പോലും അത് പഠിച്ചതിന് ശേഷം അന്ന് അദ്ദേഹം പറഞ്ഞത് ബോർഡ് അടുത്ത ബോർഡിൽ ഇത് വെക്കും, ബോർഡിൽ വെച്ചതിന് ശേഷം അതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നു. എങ്കിലേ അതിനുശേഷം അദ്ദേഹം ചെയ്തത്, അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ മെസ്സേജ് പുറം ലോകത്തെ അറിയിക്കുകയാണ് ചെയ്തത്. അതായത്, ശബരിമലയില് ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളും അയ്യപ്പ ഭക്തന്മാർക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ സർക്കാരിന്റെ ഭാഗമാണ്, സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, സർക്കാരും ഇടതുപക്ഷ സർക്കാർ ഇതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രശ്നം ഹിന്ദു സംഘടനകള് ഭക്തന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന അപവാദ പ്രചരണമാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ ഈ വിഷയത്തോട് അദ്ദേഹത്തിന് യാതൊരു വിധമായ ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. രണ്ടാമത് ചെയ്ത് ഏതിനെയും വാസ്തവത്തിൽ ശബരിമലയുടെ വിഷയത്തില് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലുകളാണ് പിന്നെയും ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാല്, ക്ഷേത്രത്തിന്റെ വാസ്തുശാസ്ത്ര വിധിപ്രകാരമുള്ള സ്ഥാനത്ത് നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ പണ്ടുപുരാതന കാലം മുതൽ നിലനിൽക്കുന്ന ഭസ്മക്കുളം ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്, സ്ലാബ് ഇട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അത് അദ്ദേഹം സമ്മതിച്ചു. അതിനുശേഷം ഒരു ഭസ്മക്കുളം തയ്യാറാക്കുകയും മലീമസമായി കിടക്കുകയാണ്. വീണ്ടും ഒരു ഭസ്മക്കുളം തയ്യാറാക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ദേവസ്വം ബോർഡ്. അദ്ദേഹത്തോട് അതേപ്പറ്റി ചോദിച്ചിരുന്നു. ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, അയ്യപ്പ ഭക്തന്മാർക്ക് ശയന പ്രദർശനത്തിനടക്കം വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് കുളിക്കുന്നതിനുള്ള സൗകര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനെതിരെ ഭസ്മക്കുളം എന്ന് പേരിട്ടിരിക്കുന്ന ഈ യഥാർത്ഥ ഭസ്മക്കുളം അടച്ചു വെച്ചിരിക്കുകയാണ്, സ്ലാബിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹം സമ്മതിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഞാൻ മനസ്സിലാക്കുന്ന, എന്റെ പൂർവികരടക്കം എന്നെ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്, ആ കുളത്തിൽ മുങ്ങിക്കുളിച്ചാൽ, ഞാൻ ആദ്യമായി പോകുന്ന സമയത്തടക്കം എന്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു വിവരമാണ്, അവിടെ മുങ്ങിക്കുളിച്ച് നമ്മൾ കരക്കി കയറി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ശുദ്ധമായ ഭസ്മത്തിന്റെ ഗന്ധം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങനെയാണ് ഭസ്മക്കുളം എന്നതിന് പേര് വന്നത്. അപ്പൊ ഇവിടെ ഏത് വിധേന പുതിയ ഭസ്മക്കുളം എന്ന് പറഞ്ഞ് 18ാം പടിക്ക് നടപ്പന്തലിനും കിഴക്ക് വശത്ത് അവർ തയ്യാറായതും ബഹുമാനപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണറുടെ ഇടപെടലിനെ തുടർന്ന് നിർത്തിവെച്ചതും വിശ്വഹിന്ദു പരിഷത്ത് മനസ്സിലാക്കുന്ന എന്താണെന്ന് അറിയാം, വീണ്ടും അയ്യപ്പന്മാരെ വീണ്ടും പിഴിയുന്നതിന് വേണ്ടി, കുളിക്കുന്നതിന് വേണ്ടി
പണം ഈടാക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം, ഒരു ലേലം കൂടെ നടത്താനുള്ള ഒരു സൗകര്യം മാത്രം. നാം ആലോചിച്ച് നോക്കണം, ശബരിമലയിലേക്ക് വരുന്ന ഓരോ വഴിയിലും എന്ത് സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നാം ഒന്ന് ചിന്തിക്കണം. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്ത് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷന്റെ ആ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ശബരിമലയ്ക്ക് പോകാനുള്ള ബസ്സുകൾ കിട്ടും. പമ്പ ബോർഡ് വെച്ച് കയറുന്ന അയ്യപ്പ ഭക്തന്മാരെ ഇന്നുണ്ടല്ലോ വ്രതഭംഗം ഉണ്ടാവുന്ന സാഹചര്യമാണ്. അവിടെ നിൽക്കുന്ന ആ ബസ്സിൽ ട്രെയിനിൽ വരുന്ന അയ്യപ്പ ഭക്തന്മാര് കയറിയാൽ ആ ബസ്സിൽ കയറുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ഇടയിലേക്ക് യൗവനയുക്തകളായ സ്ത്രീകളെ KSRTCയിലെ ജീവനക്കാര് വിളിച്ചു കയറ്റുകയാണ്. വിളിച്ചു കയറ്റി അവരെ കൂട്ടിക്കൊണ്ടുപോകുക. ആ ബസ്സിൽ തന്നെ കയറ്റിക്കൊണ്ടു. പമ്പ സ്പെഷ്യലാണ് ബസ്, അമിതമായ ചാർജ് ഈടാക്കുന്നത് വേറൊരു വിഷയം. ഇവരെ നിർബന്ധപൂർവം ഇവിടെ ഇറക്കി വിടുകയാണ് നിലയ്ക്കല്. എന്തുകൊണ്ട് 2017 വരെ നടന്ന മാതിരി പമ്പയില് അവിടെ ഇറക്കി അവർക്ക് തിരിച്ചു പോരാൻ കഴിയും? പമ്പയിൽ KSRTC ബസ് സ്റ്റേഷൻ ഉണ്ട്. ആ ബസ് സ്റ്റേഷൻ ഇവർക്ക് പാർക്കിങ്ങിനും ബാക്കി കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും ശബരിമലയില് വരുന്നതിന് വേണ്ടി അവരുടെ സാധന സാമഗ്രികൾ അടക്കം ഇന്ന് ഇവിടെ വന്ന് പമ്പയിൽ ഇറക്കാനും അയ്യപ്പ ഭക്തന്മാരെ ഇറക്കി തിരിച്ച് നിലയ്ക്കൽ പോയി പാർക്ക് ചെയ്യട്ടെ. ചക്കുപാലം സെക്ടർ 1, സെക്ടർ 2, ഹിൽ ടോപ്പ്, പമ്പ, ത്രിവേണി ഇവിടങ്ങളിലൊക്കെ തന്നെ പാർക്കിങ് 5200ഓളം വാഹനങ്ങള് ആകെ കൂടി പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഇവിടെ എല്ലായിടത്തും കൂടി ഉണ്ടായിരുന്നു. ഈ വർഷം കുറച്ചു ഭാഗം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അയ്യപ്പ ഭക്തന്മാരെ ആ ബസ്സിൽ കുത്തി നിറച്ച് ദ്രോഹിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ കൂട്ടുപിരിഞ്ഞ് നിലവിളിക്കുന്നതായ സാഹചര്യങ്ങൾ അടക്കം കണ്ടുകൊണ്ട് ഈ അയ്യപ്പ ഭക്തന്മാര് ദുരിതത്തിലാക്കുന്നത്. ഇനി ഒരാൾ പോലും ഇങ്ങോട്ട് വരരുത് എന്നുള്ളതാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും. വരുന്ന ആളുകളെ പരമാവധി പിഴിയുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ സാഹചര്യത്തിലാണ് വിശ്വ ഹിന്ദു പരിഷത്ത് കേരള ഹൈക്കോടതിയെ സമീപിച്ചതും സൗജന്യമായി യാത്ര ഒരുക്കാം. സൗജന്യമായി, ഇത് വെറുതെ പറയുന്നതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ച പിൽഗ്രിം ഷെൽട്ടറുകളില് പമ്പയിലും അതേപോലെ തന്നെ നീലിമല ടോപ്പിലും അപ്പാച്ചിമേട്ടിലും മരക്കൂട്ടത്തും ഒക്കെ തന്നെയും കുടിവെള്ള വിതരണവും അതേപോലെ തന്നെ ലഘുഭക്ഷണ വിതരണവും ഡോളി സർവീസും അങ്ങനെയുള്ള എല്ലാ ഏതെങ്കിലും തരത്തിലുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ പെട്ടെന്ന് പമ്പയിലെ ആംബുലൻസിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സ്ട്രെച്ചർ സർവീസും ഒക്കെ വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയിരുന്നു. എങ്കില് ഏതാണ്ട് 2017 ശേഷം അത് അനുവദിച്ചില്ല. അന്നദാനം നടത്തുമായിരുന്നു. നിരവധി ഭക്തജന കൂട്ടായ്മകൾ, നിരവധി ഹിന്ദു സംഘടനകൾ, വിശ്വ ഹിന്ദു പരിഷത്ത് പോലെ തന്നെ അയ്യപ്പ സേവാ സമാജം അടക്കം അവിടെ അന്നദാനം നടത്തിയിരുന്നു. അതൊന്നിനും അനുവദിക്കുക, ആരെയും അനുവദിക്കുകയുമില്ല, നിങ്ങൾ ചെയ്യുകയുമില്ല. വിശ്വ ഹിന്ദു പരിഷത്ത് അതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് അപേക്ഷിച്ചത്. നിങ്ങൾ ഈ അയ്യപ്പ ഭക്തന്മാരെ ഇങ്ങനെ ദ്രോഹിക്കരുത്, ഞങ്ങൾ സൗജന്യമായിട്ട് സർവീസ് നടത്താം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയില് അവര് അഫിഡവിറ്റ് കൊടുത്തതിനകത്ത് ആകെ കൂടി ഇതിനകത്ത് ഒരാക്ഷേപമേ അവർക്ക് ഉന്നയിക്കാനുണ്ടായിരുന്നുള്ളൂ. വിശ്വ ഹിന്ദു പരിഷത്ത് പുറത്തുനിന്ന് പണം പിരിച്ചിട്ടാണ് ഇത് നടത്തുന്നത് എന്നാണ്. ഒരു പണവും പിരിച്ചിട്ടല്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയതില് വളരെ സന്തോഷം തോന്നി. കാരണം എന്താണ്, വിശ്വ ഹിന്ദു പരിഷത്ത് പണം പിരിക്കുന്നതില് അത് കൊമേഴ്ഷ്യൽ ആവശ്യത്തിനല്ലല്ലോ, സേവനത്തിന് വേണ്ടിയല്ലേ എന്ന ഓപ്പൺ കോടതിയിൽ തന്നെ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും KSRTCയോടും ബന്ധപ്പെട്ട കക്ഷികളുടെ അഭിഭാഷകരോട് ചോദിക്കുന്നതായ ഒരു സാഹചര്യം വരെ ഉണ്ടായി. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ശബരിമലയിലെ ഏത് വിധേനയും അയ്യപ്പ ഭക്തന്മാർക്ക് അവരിൽ നിന്നും സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെ അവരിൽ നിന്നും പണം പിടുങ്ങുന്നതായ സാഹചര്യം നാം ആലോചിക്കണം. ലോകത്ത് എവിടെയെങ്കിലും ഇത്രയും അയ്യപ്പ ഭക്തന്മാർ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ പൈസ കൊടുക്കണം, ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പൈസ കൊടുക്കണം, കുളിക്കണമെങ്കിൽ പൈസ. എന്ത് സൗകര്യമാണ് ഇവരെ ഏർപ്പെടുത്തിയത്? അയ്യപ്പ ഭക്തന്മാർ പണം കൊടുക്കാൻ തയ്യാറാ, അതെങ്കിലും മര്യാദയ്ക്ക് സൗകര്യമായിട്ട് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല. അപ്പൊ ഇവിടെ പമ്പ KSRTC ബസ് സ്റ്റേഷൻ എന്തിനു വേണ്ടി? ചക്കുപാലത്തും അതേപോലെ ഹിൽ ടോപ്പിലും പമ്പയിലും ത്രിവേണിയിലും പാർക്കിങ് ഇപ്രാവശ്യം കുറച്ച് എത്രത്തോളം കൊടുക്കുമെന്നറിയില്ല. 2018 പ്രളയത്തിൽ വന്ന മണ്ണ് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അത് നീക്കം ചെയ്യാനുള്ള വിഷയങ്ങൾ, അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അവിടെ ഒന്നും വനത്തിനുള്ളിലേക്ക് മാറ്റി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ. എന്ത് സൗകര്യമാണ് ദേവസ്വം ബോർഡ് ചെയ്തിട്ടുള്ളത്? അല്ലെ സർക്കാർ എന്ത് സൗകര്യമാണ് ചെയ്തിട്ടുള്ളത്? അവിടെ പോകുന്ന ഒരാളിന്, ഒരു നിഷ്പക്ഷ നിരീക്ഷകന് മനസ്സിലാവുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ
അവരുടെ ഓഫീസുകള്, അവരുടെ ഗസ്റ്റ് ഹൗസുകള് ഒക്കെ കൃത്യമായിട്ട് പരിപാലിച്ചിട്ടുണ്ട്. ഡോണർ ഹോംസ് അവര് അവിടെ കൃത്യമായിട്ട് പണി തീർത്തിട്ടുണ്ട്. സാധാരണ അയ്യപ്പ ഭക്തന്മാർക്ക്, വ്രതധാരികളായി വരുന്ന അയ്യപ്പ ഭക്തന്മാര് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എവിടെ തുടങ്ങുന്നു? പമ്പയിൽ നിന്ന് തുടങ്ങുന്നു. പമ്പയിൽ വിരിവെക്കാൻ എവിടെ സൗകര്യം? ഷാമിയാന വലിച്ചു കെട്ടി കഷ്ടിച്ച് 150 പേർക്ക് കയറി നിൽക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ട് അയ്യപ്പ ഭക്തന്മാരെ എവിടെ വിരിവെക്കും? പമ്പ സരസ്തടമാണ്, പമ്പ തീർത്ഥമാണ്. ആ പമ്പ തീർത്ഥം മലീമസപ്പെടുന്നു. നാം ആലോചിച്ച് നോക്കണം. അവിടെ പമ്പ സ്നാനത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? പമ്പയിൽ വിരിവെക്കാനുള്ള സൗകര്യമുണ്ടോ? പമ്പ സദ്യ നടത്താനുള്ള സൗകര്യമുണ്ടോ? ബലിതർപ്പണം നടത്താനുള്ള സുരക്ഷിതമായ സൗകര്യമുണ്ടോ? ശ്രീരാമ പാദത്തിൽ നമസ്കരിക്കാൻ ഒരു ഭക്തന് സൗകര്യം കിട്ടുന്നുണ്ടോ? യാതൊരു സൗകര്യമില്ലാതെ ആ പമ്പയുടെ വിരിമാറിൽ ടോയ്ലറ്റ് കോംപ്ലക്സ് ആണുള്ളത്. പമ്പ സരസ്തടം, പമ്പ തീർത്ഥം ഒഴുകുന്ന കരകളില് ആ തീരത്ത് കൊണ്ടുപോയി ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഹോട്ടലുകളിലെ മാലിന്യങ്ങൾ മുഴുവൻ അവിടേക്ക്. ഈ ഹോട്ടലുകളിൽ നിന്നും വിതരണം ചെയ്യുന്ന ഭക്ഷണം ശുചിത്വമുള്ളതാണോ? ഈ വ്രതധാരികളായി വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വ്രതഭംഗം ഉണ്ടാവാതെ വിതരണം ചെയ്യാൻ പറ്റുന്ന അവിടെ ജോലിക്കാരടക്കം ഉള്ള സംവിധാനമാണോ? ഇന്ന് ഏതാണ്ട് നല്ലൊരു ശതമാനം ഇതര മതവിഭാഗങ്ങളാണ് അവിടുത്തെ ലേലം കൈക്കൊള്ളുകയോ അല്ലെങ്കിൽ മറിച്ച് ലേലത്തില് കൈവശപ്പെടുത്തിക്കൊണ്ട് അന്യ സംസ്ഥാനത്ത് നിന്ന്, അന്യ സംസ്ഥാനം എന്ന് പറയാൻ പറ്റില്ലോ, അതിഥി തൊഴിലാളികളായി വരുന്ന പാകിസ്ഥാനിൽ നിന്ന് അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് ഉടഞ്ഞുകയറ്റക്കാരായി വന്ന മുസ്ലിം ചെറുപ്പക്കാരടക്കം ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെ അയ്യപ്പ ഭക്തന്റെ അവരുടെ ആ വ്രതഭംഗം മുടക്കാതെ അല്ലെ വ്രതഭംഗം ഉണ്ടാവാതെ സംരക്ഷിക്കാൻ എന്ത് ബാധ്യതയുണ്ട്? അവരെന്ത് ചെയ്യും? ഉദ്യോഗസ്ഥന്മാര് വരുന്നത് നാം ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു കാലഘട്ടത്തില് വ്രതധാരികളായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരോട് ഓപ്ഷൻ ചോദിച്ചാണ് സന്നിധാനത്തും പരിസര പ്രദേശത്തും ഒക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം ജോലിക്ക് നിയോഗിച്ചിരുന്നത് എങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? കൈ കിട്ടുന്നവരെയൊക്കെ അവർക്ക് സൗകര്യമായിട്ട് ആ ക്ഷേത്രത്തെ എങ്ങനെ തകർക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ തന്നെ കയറ്റിവിടുന്നു. ഒരിക്കലും ഒരു ഞാൻ തിരിച്ചു വരാം.